ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷങ്ങൾ? ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഇന്ന് ഈ രാവിലെ തന്നെ അബുദാബിയിലേക്കാണ് പോണത്. ഞാനിപ്പോൾ അബുദാബിയിലേക്ക് വന്നിട്ട് ഒരു മാസത്തോളം ആവരായി. ഒരു മാസം ആയപ്പോഴേക്കും എൻ്റെ താടിയും മുടിയൊക്കെ വളർന്നു. അത് വെട്ടാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് അബുദാബിയിലേക്ക് പോണത്. ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ഉപ്പാടെ റൂമിലേക്ക് വന്നിരുന്നു. അബുദാബിയിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ അവരും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ബസ്സിൽ പോകാമെന്ന് കരുതി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ UAE വന്നിട്ട് അധിക ദിവസം ആവാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകളും അതിനു ചുറ്റുമുള്ള ഗാർഡൻസും ഒക്കെ കാണുമ്പോഴുണ്ടാകുന്ന കൗതുകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇവിടെ ശക്തമായ ചൂടായിട്ട് പോലും ഗവൺമെന്റ് ഇവകളെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് ഇവ നശിക്കാതെ നല്ല രീതിയിൽ തന്നെ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ നടപ്പാതയിലെ പച്ചപ്പിന്റെയും പൂക്കളുടെയും മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഇതിലൂടെ നടന്നു പോകാൻ വളരെയധികം രസമാണ്. അങ്ങനെ അല്പനേരം നടന്നതിന് ശേഷം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്താറായി. 102 ബസ്സിലാണ് ഞങ്ങൾക്ക് അബുദാബിയിലേക്ക് പോകാനുള്ളത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ പക്ക ക്ലീൻ ആൻഡ് നീറ്റാണ്. അല്പദൂരം നടന്നുകൊണ്ട് തന്നെ നല്ല ദാഹം അനുഭവപ്പെട്ടിരുന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളം കുടിച്ച് ഞങ്ങൾ വീണ്ടും ബസ് കാത്തിരുന്നു. ഈ വരുന്നതാണ് ഞങ്ങൾക്ക് അബുദാബിയിലേക്ക് പോകാനുള്ള 102 നമ്പറുള്ള ബസ്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ ബസ്സുകൾ അവൈലബിൾ ആണ്. ബസ്സിൽ പാസഞ്ചേഴ്സ് കുറവായതുകൊണ്ട് ഏത് സീറ്റിലാണ് ഇരിക്കുക എന്നുള്ള കൺഫ്യൂഷനിലായി ഞങ്ങൾ. അങ്ങനെ ബസ്സിന്റെ ബാക്ക് സൈഡിലുള്ള സീറ്റുകളിലാണ് ഞങ്ങൾ ഇരുന്നത്. ബസ്സിൽ AC ഉള്ളതുകൊണ്ട് ഈ ശക്തമായ ചൂടത്ത് നല്ല ആശ്വാസമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ അബുദാബിയിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം നാസ്ത കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഹോട്ടൽ റോഡിന്റെ അപ്പുറത്തായതുകൊണ്ട് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരു അണ്ടർപാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരി കച്ചറ പോലും ഇല്ലാതെ നല്ല വൃത്തിയായ രീതിയിൽ ഈ ഇടങ്ങളൊക്കെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഹോട്ടലിലെത്തി നല്ല മസാല ദോശയും ചായയും ഒക്കെ കുടിച്ച് മുടിയൊക്കെ വെട്ടി ആവശ്യമായ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ തിരികെ റൂമിലേക്ക് മടങ്ങി.